പ്ലസ് 1 കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഹെസ്ലോ. ഹെസ്ലോയുടെ സ്റ്റേറ്റ്മെന്റും ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചാനൽ നമ്മൾ തുടങ്ങിയതിന്റെ ഉദ്ദേശം പ്ലസ് 1, പ്ലസ് 2 അതുപോലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് അവരുടെ അധ്യാപകരുടെ സാമീപ്യം ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ നന്നായി പഠിക്കുന്ന നല്ല റിസൾട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അധ്യാപകർ കൂടെ ഉണ്ടായിരിക്കുകയും ഡൗട്ട് പറഞ്ഞു തരികയും ഒക്കെ വളരെ അനിവാര്യമായ ഒരു സമയം കൂടിയാണ്. അതൊന്നും ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഒരു പരിധിവരെ അതൊക്കെ പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്ത് ചെയ്തു തരേണ്ട കെമിസ്ട്രിയിലെ പ്ലസ് 1ലെയും പ്ലസ് 2ലെയും കെമിസ്ട്രിയിലെ ടോപ്പിക്കുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളോ അല്ലെങ്കിൽ മുൻകാലത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എൻട്രൻസിന് ചോദിച്ച ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപകാരമാകും എന്ന് നമുക്ക് തോന്നുന്ന പോർഷൻസ് ഇതുപോലെ നമ്മൾ വീഡിയോ എടുത്ത് തരുന്നതായിരിക്കും. ഇപ്പൊ ഹെസ്ലോയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ആദ്യം നമ്മളൊന്ന് പറയാൻ പോകുന്നത്. വെറുതെ അതിന്റെ ഇംഗ്ലീഷ് ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊന്ന് വെറുതെ വായിച്ചു വിടുന്നുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഫ് എ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്സ്, the enthalpy change of overall reaction is the sum of enthalpy changes of individual reactions. ഇതാണ് വാട്ട് ഈസ് ഹെസ്സസ് ലോ എന്ന ചോദ്യത്തിന് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. എന്നാൽ മനസ്സിൽ അവിടെ ഉറപ്പിച്ചു വെക്കാൻ എന്താണ് ഹെസ് ലോ എന്നത് ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു റിയാക്ഷൻ, ഒരു കെമിസ്ട്രിയിലെ ഏതെങ്കിലും ഒരു റിയാക്ഷൻ വാട്ട് എവർ ബി എന്താവട്ടെ, അതിന്റെ ഡെൽറ്റ എച്ച് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആ ഡെൽറ്റ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഹെസ് ലോ നമുക്ക് ഉപകാരപ്പെടുന്നത്. എന്നാൽ ആ റിയാക്ഷനെ കുറിച്ച് നമുക്ക് ഒരു വിവരം അറിയാം. ആ റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ല, അതൊരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. സേ എക്സാമ്പിൾ, ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാണ്. അത് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ഇങ്ങനെ 3 സ്റ്റെപ്പുകളിലായിട്ടാണ് ആ റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ ഇയാളുടെ ഓവറോൾ റിയാക്ഷന്റെ എൻതാൽപി ചേഞ്ച് ഈ സ്റ്റെപ്പുകളുടെ എൻതാൽപി ചേഞ്ചിന്റെ സമ്മായിരിക്കും. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ എക്സ് ആണ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ വൈ ആണ്, മൂന്നാമത്തെ സ്റ്റെപ്പിൽ സെഡ് ആണ്, കിലോ ജൂൾ പെർ മോൾ. അത്രയും എൻതാൽപ്പിയാണ് ഓരോ സ്റ്റെപ്പിന്റെയും ഇൻഡിവിജ്വൽ എൻതാൽപ്പി. അങ്ങനെയാണെങ്കിൽ ഓവറോൾ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് വിൽ ബി എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇത് കോമൺ സെൻസ് ആണ്. ഈ കോമൺ സെൻസിനെ കെമിസ്ട്രിയിൽ വിളിച്ച വാക്കാണ് ഹെസ് ലോ. അത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ, ഒരു എക്സാമ്പിൾ വന്നാൽ നമുക്ക് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒന്ന് കാണാം. അതിനു മുമ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി വായിച്ചിട്ട് വിടുന്നു. ഇഫ് എ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്സ്, the enthalpy change of overall reaction, ഇതാണ് ഓവറോൾ റിയാക്ഷൻ, അയാളുടെ എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഓവറോൾ റിയാക്ഷൻ is the sum of enthalpy changes of individual reactions. നമുക്ക് NCERT-യിൽ വന്നതും സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതുമായ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഹെസ്ലോയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യന് ഒരു വിശേഷമുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചാൽ പിന്നെ ഹെസ്ലോയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല. കാര്യം അത്രക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പഠിക്കാനുണ്ട്. ഏറ്റവും ടഫായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒന്നാണ്. അത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഹെസ്ലോയുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയാത്തതായിട്ടൊന്നും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൊന്നും വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ഒന്ന് കേൾക്കുകയും രണ്ടാമത് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ കൂടെ തന്നെ നിങ്ങളൊരു കടലാസ് എടുത്ത് ഇത് ഒന്ന് ചെയ്തു നോക്കുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് വെറുതെ ഷോർട്ട് ആക്കിയിട്ടൊന്ന് പറയാം. ഞാൻ NCERT-യിലുള്ള അതേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഫോർമേഷൻ ഓഫ് ബെൻസീൻ എന്ന റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് നിങ്ങൾ കാണണം. അതാണ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി തന്നിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഞാനിവിടെ ഗിവൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഗിവൺ 3 വിവരങ്ങളാണ് നിങ്ങൾക്ക് തന്നത്. ഒന്നാമത്തെ വിവരം കമ്പഷൻ ഓഫ് ബെൻസീൻ, ആ ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ട പണി ഈ സെന്റൻസുകളെയൊക്കെ കെമിസ്ട്രിയുടെ ലാംഗ്വേജിലേക്ക് ഒന്ന് ഡീകോഡ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. റിയാക്ഷൻ ആക്കിയിട്ട് എഴുതുക. അപ്പൊ ആദ്യം മുതൽ നമുക്ക് 4 റിയാക്ഷൻസ് ആണ് ഇവിടെ അതിന്റെ റിയാക്ഷൻ ഫോർമുല ആക്കിയിട്ട് എഴുതാനുള്ളത്. ഫോർമേഷൻ ഓഫ് ബെൻസീൻ. അപ്പോ ഫോർമേഷൻ ഓഫ് ബെൻസീൻ എന്ന് പറയുമ്പോൾ നന്നായിട്ടൊന്ന് കേൾക്കണം. തെർമോഡൈനാമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സാധാരണ ഇംഗ്ലീഷിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉണ്ടാവുക, ബെൻസീൻ ഉണ്ടാവുക. ബെൻസീൻ ആയിരക്കണക്കിന് മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റും. ചില റിയാക്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട്, ചിലതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ബെൻസീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെ ഒരുപാട് നമുക്കുണ്ട്. പക്ഷേ
കെമിസ്ട്രിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തെർമോഡൈനാമിക്സിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബെൻസീൻ അതിന്റെ ആറ്റങ്ങളിൽ നിന്നുണ്ടാവുക എന്നതാണ്. നന്നായി മനസ്സിലാക്കണം. ബെൻസീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം, C6H6 ആണ്. അപ്പൊ C6H6 ഉണ്ടാകണം. എവിടെ നിന്നുണ്ടാകണം? അതിന്റെ ആറ്റങ്ങളിൽ നിന്നുണ്ടാകണം. അതിന്റെ ആറ്റം കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്. കാർബണിന്റെ സ്റ്റേബിൾ ഫോം C തന്നെയാണ്, ഗ്രാഫൈറ്റ്. ഞാനത് അവിടെ എഴുതുന്നില്ല, സ്പേസിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. ഹൈഡ്രജന്റെ സ്റ്റേബിൾ ഫോം H2 ആണ്. അതൊന്ന് ബാലൻസ് ചെയ്യണം. ഇവിടെ 6 കാർബൺ ഉണ്ട്, ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്. അതിനെ ഒന്ന് റിയാക്ടന്റ് സൈഡിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ 6 കാർബൺ എടുത്തു, ഇവിടെ ഞാൻ 3 ഹൈഡ്രജൻ എടുത്തു. 3 H2 എന്ന് പറയുമ്പോൾ 6 ഹൈഡ്രജൻ ആയി ബാലൻസ്ഡ് ആയി. നെക്സ്റ്റ് നമുക്ക് നോക്കാം കമ്പഷൻ ഓഫ് ബെൻസീൻ. അപ്പൊ ഈ റിയാക്ഷൻ ഞാൻ എഴുതി, അതിന്റെ ഡെൽറ്റ H ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. അത് എത്ര എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. കമ്പഷൻ ഓഫ് ബെൻസീൻ. കമ്പഷൻ ഓഫ് ബെൻസീനിന്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവാണേ, നന്നായി ശ്രദ്ധിക്കണം. കമ്പഷൻ ഓഫ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 ആണ് ബെൻസീൻ. അതിന്റെ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കുക. ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ് കമ്പഷൻ. കെമിസ്ട്രിയിൽ കമ്പഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബണും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കിട്ടും. നെക്സ്റ്റ് നമ്മുടെ ജോലി ബാലൻസ് ചെയ്യലാണ്. 6 കാർബൺ ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ 1 കാർബണേ ഉള്ളൂ. കാർബണിനെ ആദ്യം ബാലൻസ് ചെയ്തു, 6 ഇട്ട് കൊടുത്താൽ കാർബണിന്റെ എണ്ണം കറക്റ്റ് ആയി. 6 ഹൈഡ്രജൻ ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. ബാലൻസ് ചെയ്യാൻ 3 H2 ആയിട്ട് കൊടുത്തു. ഇനി ഓക്സിജന്റെ എണ്ണമാണ് ബാലൻസ് ചെയ്യേണ്ടത്. ഇവിടെ 2 ഓക്സിജനും ഇവിടെ 12 3 15 ഓക്സിജനുമാണ് ഉള്ളത്. ഇവിടെ 6 × 2 12, 3 × 1 3, 12 + 3 15 ഓക്സിജനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 2 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഇവിടത്തെയും എണ്ണം ഈക്വൽ ആകാൻ ഞാൻ ഇവിടെ 15/2 എന്ന് എഴുതി. അപ്പൊ 15/2 × 2 എത്രയാണ്? 15 തന്നെ. 15/2 × 2 15. അപ്പൊ ഇവിടെ 15 ഓക്സിജനായി, ഇവിടെയും 15 ഓക്സിജനായി. ഇതിന്റെ ഡെൽറ്റ Hന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വാല്യൂ എഴുതുന്നില്ല, ഞാൻ അതിനെ -x കിലോ ജൂൾ എന്ന് വിളിച്ചു. -x കിലോ ജൂൾ പെർ മോൾ. എത്രയോ ആവട്ടെ, അതിന്റെ വാല്യൂ എന്തോ ആവട്ടെ. കാൽക്കുലേഷന്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ അതിനെ ഒരു x എന്നുള്ള ടൈമിൽ വിളിച്ചു. ഇനി പെട്ടെന്ന് പോകാം. ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നേരത്തെ ഞാൻ ഫോർമേഷന്റെ കഥ മുഴുവൻ പറഞ്ഞതാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരക്കണക്കിന് മെത്തഡിലൂടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനൊന്നും കെമിസ്ട്രിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊന്നും ഫോർമേഷൻ അല്ല. ഇംഗ്ലീഷിൽ അത് ഫോർമേഷൻ ആണെങ്കിലും കെമിസ്ട്രിയിൽ അത് ഫോർമേഷൻ അല്ല. കെമിസ്ട്രിയിൽ അത് ഫോർമേഷൻ ആവണമെങ്കിൽ ഫ്രം ഇറ്റ്സ് എലമെന്റ്സ്, അതാണ് അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതിലുള്ള എലമെന്റുകളിൽ നിന്നായിരിക്കണം. ഇതിലുള്ള എലമെന്റുകൾ ആരൊക്കെയാണ്? കാർബണും ഓക്സിജനും. അതിന്റെ സ്റ്റേബിൾ ഫോമിൽ എഴുതി, ഇറ്റ്സ് ഓൾറെഡി ബാലൻസ്ഡ്. പിന്നെ നമ്മൾ അതിൽ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അതിന്റെയും ഡെൽറ്റ H ടെക്സ്റ്റിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനെ -y കിലോ ജൂൾ പെർ മോൾ എന്ന് ഞാൻ വെറുതെ വിളിച്ചു. എത്രയോ വാല്യൂ എത്രയാന്നുള്ളത് ഞാൻ മൈൻഡ് ചെയ്യുന്നു. ഫോർമേഷൻ ഓഫ് വാട്ടർ. ഫോർമേഷൻ ഓഫ് വാട്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർമേഷൻ ആണ്. H2O ഉണ്ടാകണം ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് H2 + O2. ബാലൻസ് ചെയ്യാൻ ഇവിടെ 1 ഓക്സിജനും ഇവിടെ 2 ഓക്സിജനുമാണ്. ഇവിടെ ഒരു ഹാഫ് ഇട്ട് കൊടുത്താൽ റിയാക്ഷൻ ഈസ് ബാലൻസ്ഡ്. ആൻഡ് ഡെൽറ്റ H വാല്യൂ ഈസ് ഗിവൺ ആസ് -z കിലോ ജൂൾ പെർ മോൾ. വാല്യൂ എത്രയാവും? ഇത്രയുമാണ് ക്വസ്റ്റ്യനെ ഞാനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ വിവരം. ക്വസ്റ്റ്യൻ എന്താണ്? ഫോർമേഷൻ ഓഫ് ബെൻസീൻ കാണണം. അതിനുവേണ്ടി തന്നിരിക്കുന്നത് കമ്പഷൻ ഓഫ് ബെൻസീൻ ആണ്, ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഫോർമേഷൻ ഓഫ് വാട്ടർ. ഇനിയാണ് ഞാൻ ഇതിന്റെ ആൻസർ എഴുതാൻ പോകുന്നത്. നന്നായി കാണണം. നമുക്ക് കാണാനുള്ള ഫോർമേഷൻ ഓഫ് ബെൻസീൻ എന്ന റിയാക്ഷൻ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. കാണാനുള്ള ഫോർമേഷൻ ഓഫ് ബെൻസീൻ ഇദ്ദേഹമാണ് നമുക്ക് കാണാനുള്ള റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ 3 ആളുകളാണുള്ളത്. ഈ റിയാക്ഷനിൽ 3 ആളുകളുണ്ട്. ആരൊക്കെയാണ് 3 ആളുകൾ? 6 കാർബൺ ഉണ്ട്. 6 കാർബൺ ഈ ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. 3 ഹൈഡ്രജൻ ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. 1 C6H6 ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡിലുണ്ട്. ഈ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോർഷൻസ് എല്ലാം അങ്ങനെ തന്നെ ഈ 3 റിയാക്ഷനിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യലാണ് ആദ്യത്തെ പണി. അതായത് 6 കാർബൺ ലെഫ്റ്റിലുണ്ടോ എന്ന് നോക്കണം. എവിടെ ഉണ്ടോ? 1 2 3 ഇതിൽ എവിടെയെങ്കിലും 6 കാർബൺ ലെഫ്റ്റിലുണ്ടോ നോക്കണം. 6 കാർബൺ എവിടെയെങ്കിലും ലെഫ്റ്റിലുണ്ടോ? എവിടെയും 6 കാർബൺ ലെഫ്റ്റിലില്ല. പക്ഷെ ഇവിടെ ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഇവിടെ 1 കാർബൺ ലെഫ്റ്റിലാണ്. അപ്പൊ അതിനെ ഞാനൊന്ന് 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ റിയാക്ഷൻസിന്റെ നമുക്ക് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതിനെല്ലാം ഞാനോരോ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1,
ഇറ്റ് ഈസ് റിയാക്ഷൻ നമ്പർ 2, ഇറ്റ് ഈസ് റിയാക്ഷൻ നമ്പർ 3, ഇറ്റ് ഈസ് റിയാക്ഷൻ നമ്പർ 4. 4 നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി റിയാക്ഷൻ നമ്പർ 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് നോക്കണം. ഇതാണ് റിയാക്ഷൻ നമ്പർ 3. അപ്പൊ റിയാക്ഷൻ നമ്പർ 3ൽ ലെഫ്റ്റ് സൈഡിൽ കാർബൺ ഉണ്ട്, പക്ഷെ എണ്ണം ഈക്വൽ അല്ല. എണ്ണം ഇവിടെ 6 എണ്ണം വേണം, പക്ഷെ ഇവിടെ 1 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? റിയാക്ഷൻ നമ്പർ 3യെ ഞാനൊന്ന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റിയാക്ഷൻ നമ്പർ 3യെ ഞാനൊന്ന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹോൾ റിയാക്ഷനിൽ 6 എന്നൊരു സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6C plus 6O2 gives 6CO2. 6CO2 നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. ഒരു റിയാക്ഷനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ എൻതാൽപ്പിയും അതേ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -6y kJ/mol എന്നായി. മൂന്നാമത്തെ റിയാക്ഷനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കാർബണെയും ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും അയാളുടെ എൻതാൽപ്പിയെയും ആ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ കിട്ടിയ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 5 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 5 വന്നത് ഇക്വേഷൻ നമ്പർ 3യിൽ നിന്നായതുകൊണ്ട് തൽക്കാലം 3യെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി അയാൾ മൈൻഡ് ചെയ്യണ്ട. നെക്സ്റ്റ് നോക്കണം. അപ്പൊ 6 കാർബൺ ലെഫ്റ്റ് സൈഡിൽ കിട്ടുക എന്ന ദൗത്യം ഇവിടെ തീർന്നു. ഇനി 3 H2 ലെഫ്റ്റ് സൈഡിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പണി. അപ്പൊ ഒന്ന് നോക്കുക. ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ഇക്വേഷൻ നമ്പർ 2 ബാക്കിയുണ്ട്, ഇക്വേഷൻ നമ്പർ 3 കട്ടായി പോയി, ഇക്വേഷൻ നമ്പർ 4 ബാക്കിയുണ്ട്. ഈ 2, 4ൽ എവിടെയാണ് 3 ഹൈഡ്രജൻ ലെഫ്റ്റിലുള്ളത് എന്ന് ചെക്ക് ചെയ്യൂ. അപ്പൊ എവിടെ നമ്മൾ നോക്കിയാലും ഇക്വേഷൻ നമ്പർ 2ല് ഹൈഡ്രജനേ ഇല്ല. ഇക്വേഷൻ നമ്പർ 4ല് ഒരു ഹൈഡ്രജൻ ഉണ്ട്, H2 ഉണ്ട്, ലെഫ്റ്റിലാണ്. അതിന്റെ സൈഡ് ഓക്കെയാണ്, പക്ഷേ കോൺസ്റ്റന്റ് ഓക്കെ അല്ല. ഇവിടെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 4നെ കോൺസ്റ്റന്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 3 കാർബണിനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും എന്താൽപ്പി ചെയ്യും, നമ്മൾ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. സോറി, ഇക്വേഷൻ നമ്പർ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹൈഡ്രജനെയും ഓക്സിജനെയും വാട്ടറിനെയും എന്താൽപ്പി ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3H2 പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3/2 O2 gives 3H2O എന്നായി മാറി ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇക്വേഷൻ നമ്പർ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കഥകളെല്ലാം ഇവിടെയും ആവർത്തിക്കും. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ -z എന്നത് -3z kJ/mol എന്നായി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ നമ്പർ 6 ഉണ്ടായത് ഇക്വേഷൻ നമ്പർ 4ൽ നിന്നായതുകൊണ്ട് ഇനി തൽക്കാലം നമ്മൾ ഇക്വേഷൻ നമ്പർ 4നെ മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് വൺ, റൈറ്റ് സൈഡിൽ നമുക്ക് C6H6 എന്ന ഫോർമുല കിട്ടണം. ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 5 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 6 ഉണ്ട്. ഇതിലേക്ക് നമ്മൾ നോക്കുന്നുള്ളൂ. 3ഉം 4ഉം കട്ടായി പോയി. ഇതിൽ എവിടെയെങ്കിലും റൈറ്റ് സൈഡിൽ C6H6 ഉണ്ടോ നോക്കി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു C6H6 ഉണ്ട്, റൈറ്റ് സൈഡിൽ വേറെ എവിടെയും C6H6 ഇല്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പണി ഈ ഇക്വേഷൻ നമ്പർ 2ലുള്ള C6H6നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മാറ്റില്ല. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന പണി ഇത്രയേ ഉള്ളൂ. റിവേഴ്സിംഗ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2നെ ഞാൻ റിയാക്ടൻസിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ടും പ്രൊഡക്ട്സിനെ റിയാക്ടന്റ് ആക്കിയിട്ടും ഒന്ന് ഇൻവേഴ്സ് ചെയ്ത് എഴുതുകയാണ്. അപ്പൊ സംഭവിക്കുന്ന ചേഞ്ച് എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ഉണ്ടായിരുന്ന ആള് ഇനി അത് പോസിറ്റീവ് ആകും. അഥവാ എൻഡോതെർമിക് റിയാക്ഷൻ ആയിരുന്നെങ്കിൽ അത് എക്സോതെർമിക് ആകും, എക്സോതെർമിക് ആയിരുന്നെങ്കിൽ എൻഡോതെർമിക് ആകും. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2നെ ഞാൻ റിവേഴ്സ് ചെയ്യാൻ പോകണം. റിവേഴ്സിംഗ് ഇക്വേഷൻ നമ്പർ 2, അതിന്റെ പ്രൊഡക്റ്റുകളെല്ലാം റിയാക്ടൻ സൈഡിൽ വരും. 6CO2 ഇയാൾ ഇവിടെ വന്നു, 3H2O ഇയാൾ ഇവിടെ വന്നു, ഗീവ്സ് റിയാക്ടൻ സൈഡിലുള്ള ആള് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോയി. C6H6 പ്ലസ് 15/2 O2. This is equation number 7 and the enthalpy value delta H is equal to plus x kJ/mol. Minus x ഉള്ളത് plus x ആയി. Since ഏഴാമത്തെ റിയാക്ഷൻ വന്നത് രണ്ടാമത്തെ റിയാക്ഷനിൽ നിന്നായതുകൊണ്ട് 2നെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി അങ്ങോട്ട് നോക്കാതിരിക്കുക എന്നുള്ള ഒരു എളുപ്പവഴിക്കാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് 5, 6, 7 എന്ന് 3 റിയാക്ഷൻസ് മാത്രമല്ലേ ഉള്ളൂ. കണ്ണടച്ച് ആ 3 റിയാക്ഷനെ ആഡ് ചെയ്യണം. 5 പ്ലസ് 6 പ്ലസ് 7, ഇക്വേഷൻ നമ്പർ 5 പ്ലസ് ഇക്വേഷൻ നമ്പർ 6 പ്ലസ് ഇക്വേഷൻ നമ്പർ 7 ഗീവ്സ്. കണ്ടോളൂ നമുക്ക് 5, 6, 7നെ കൂട്ടുക എന്ന് പറഞ്ഞാൽ, റിയാക്ഷൻസിനെ തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. റിയാക്ടന്റുകളെ ഒന്നിച്ചെഴുതുക, പ്രൊഡക്റ്റുകളെ ഒന്നിച്ചെഴുതുക. അതായത് 5ലും 6ലും 7ലും ഉള്ള റിയാക്ടന്റുകളെ ഞാനൊന്ന് തൊട്ട് കാണിച്ചു തരാം. 5ലുള്ള റിയാക്ടന്റ് 6C 6O2 കഴിഞ്ഞു. ആരോ മാർക്കിന് മുമ്പുള്ള 2 ആള്. 6ലുള്ള റിയാക്ടന്റ് 2 ആള്, 7ലുള്ള റിയാക്ടന്റ് 2 ആള്. അപ്പൊ 2, 2, 2 6 ആളുകൾ ഒന്നിച്ചെഴുതുക. കഴിഞ്ഞു. അപ്പൊ പരിപാടി തീർന്നു. ഞാനൊന്ന് എഴുതി തരാം. 6C പ്ലസ് 6O2 പ്ലസ് 3H2
3H2 plus 3/2 O2 plus 6CO2 plus 3H2O. 1 2 3 4 5 6 1 2 3 4 5 6 എല്ലാവരും എഴുതി. ആരോ മാർക്ക് കിട്ടും. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴോട്ട് എഴുതുന്നുണ്ട്. പ്രൊഡക്റ്റുകളെ ഒന്നിച്ച് എഴുതുക. 5ലും 6ലും 7ലുള്ള പ്രൊഡക്റ്റ് 1 2 3 4 4 പേരാണ് പ്രൊഡക്റ്റ് ഉള്ളത്. എഴുതി. 6CO2 plus 3H2O plus C6H6 plus 15/2 O2. ഇനി രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള ആളുകളെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പൊ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒരു 6CO2, ഇവിടെ ഒരു 6CO2 ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രണ്ട് 6CO2 ആരോ മാർക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കില്ല. അവര് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ആരാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഇവിടെ 6 ഓക്സിജൻ ഉണ്ട്. 6 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 3/2 ഓക്സിജൻ ഉണ്ട്. 6ഉം 3/2. 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 1.5യും 6 എന്ന് പറഞ്ഞാൽ 7 അല്ലേ? 7.5. 6 + 1.5 7.5. ഇവിടെ നോക്കിയേ 15/2. 15/2 എന്ന് പറഞ്ഞാലും 7.5 അല്ലേ? അപ്പൊ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓക്സിജൻ എണ്ണം കറക്റ്റ് ആണ്. ഇവിടെ 6ഉം 6ഉം 1.5 7.5. 15.5. 15/2 7.5 കഴിഞ്ഞു. ഇനി കട്ടായി പോകാനുള്ള ഒരാൾ കൂടി ഉണ്ട്. 3H2O. ഇവിടെ ഒരു 3H2O, ഇവിടെ ഒരു 3H2O. കട്ടാവാനുള്ളവരെല്ലാവരും കട്ടായി കഴിഞ്ഞു. ബാലൻസ് വരുന്നത് ഇവിടെ നോക്കിക്കേ. ഇവിടെ 6C 6 കാർബൺ ബാക്കിയുണ്ട് പ്ലസ് 3H2 3 ഹൈഡ്രജൻ ബാക്കിയുണ്ട് ഗീവ്സ് C6H6. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ട പരിചയം നിങ്ങൾക്കുണ്ടോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 6C plus 3H2 gives C6H6. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് നേരത്തെ വിളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു വിവരം ഇതാണ്. 5ഉം 6ഉം 7ഉം കൂട്ടിയാൽ 1 കിട്ടും. അപ്പൊ സിൻസ് 1 is equal to 5 plus 6 plus 7. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇക്വേഷൻ നമ്പർ 1. ഈ റിയാക്ഷൻ, അതായത് ഫോർമേഷൻ ഓഫ് ബെൻസീൻ ഈസ് എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ. അതിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ നമ്പർ 6, ഇക്വേഷൻ നമ്പർ 7 ഒക്കെ അതിന്റെ സ്റ്റെപ്പാണ്. ഇവിടെ ഹെസ് ലോ ആപ്ലിക്കബിൾ ആണ്. If a chemical reaction takes place in several steps, the enthalpy change of അതിന്റെ enthalpy change delta H, അതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. Enthalpy change of overall reaction is the sum of enthalpy changes of individual reactions. Individual reaction ആയ 5, 6, 7 എന്നതിന്റെ enthalpy ചേഞ്ചിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും enthalpy ചേഞ്ച് ഇവിടെ തന്നിട്ടുണ്ട്. -6y ഇയാളുടെ 5ന്റേത് -6y, 6ന്റേത് -3z, 7ന്റേത് ഇവിടെ തന്നിട്ടുണ്ട് +x. അത്രയും കിലോ ജൂൾ പെർ മോൾ ആണ് ഇതിന്റെ എന്തൽപി ചേഞ്ച്. ഈ റിയാക്ഷൻ ഇവിടെ തീരുന്നു, ഈ ക്വസ്റ്റ്യൻ ഇവിടെ തീരുന്നു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്തു പഠിച്ചാൽ ഹെസ് ലോയുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസ് കൂടി ഈ വീഡിയോയുടെ കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ക്ലാസ് എടുത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് വാട്സപ്പിലൂടെയോ അല്ലാതെയോ ഞങ്ങളോട് പേഴ്സണലായിട്ട് അറിയിച്ചാൽ നമുക്ക് ചെയ്തു തരാവുന്നതേ ഉള്ളൂ. ആവശ്യമുള്ള കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.